കേരളത്തിൽ 45% ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ. പ്രധാനപ്പെട്ട ഒന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടോ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടോ എന്നുള്ളതായിരുന്നു. അതിൽ BJP മാത്രമാണ് ഏറ്റവും ശക്തമായി ഒരു നിലപാടെടുത്തത്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണം. കേരളത്തിലെ ബാക്കി എല്ലാ പാർട്ടികൾക്കും ഈ കാര്യത്തിൽ നേരെ തിരിച്ചാണ് അഭിപ്രായം എന്നുള്ളത് അറിയാമല്ലോ. ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് കൂടി വേണം BJPക്ക് കേരളം പിടിക്കാൻ എങ്കിൽ BJP ഇങ്ങനൊരു നിലപാടെടുക്കില്ല. ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിൻ്റെ വിഷയമല്ല. ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ട മേഖലയിൽ താമസിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട് കേരളത്തിൻ്റെ നിലനിൽപ്പിന് പശ്ചിമഘട്ടങ്ങൾ സംരക്ഷിക്കപ്പെടണം. പശ്ചിമഘട്ടങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എന്താണെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടിയാണ് ഗാഡ്ഗിൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഗാഡ്ഗിൽ കമ്മീഷൻ്റെ ശുപാർശയിൽ പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മ പരിഹരിക്കണം. കമ്മീഷൻ റിപ്പോർട്ട് തന്നെ വേണ്ട എന്ന് വെച്ചപ്പോൾ ഇപ്പോൾ സത്യത്തിൽ സഭകൾ ഉൾപ്പെടെ ഒരു ഊരാക്കുടുക്കിലാണ്. കാരണം ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞിട്ട് കൊണ്ടുവന്ന കസ്തൂരിരംഗൻ ഇതിനേക്കാൾ അപകടമാണെന്ന് പിന്നീട് അവർക്ക് മനസ്സിലായി. ഇപ്പോൾ കസ്തൂരിരംഗൻ തള്ളിക്കളയെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയെങ്കിലും ഒരു പരിഹാരം കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അനൗപചാരികമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരോട് പറഞ്ഞിരിക്കുന്നത് കർഷകരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ഗാഡ്ഗിൽ കമ്മീഷൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ഫോർമുല ഉണ്ടാവട്ടെ. അല്ലാതെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ നടപ്പിലാക്കണം എന്നല്ല BJP. ഞങ്ങൾ അങ്ങനെ അല്ല, ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടില്ലല്ലോ. ഗാഡ്ഗിൽ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ജനങ്ങൾക്ക് തീരുമാനം എടുക്കാൻ അധികാരം വേണം. ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് CPM-നകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നെന്നും അതേസമയം ഇടുക്കിയിലെ ന്യൂനപക്ഷ വോട്ടിലായിരുന്നു CPM-ന്റെ കണ്ണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒന്നും കാണാതെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും എന്തെങ്കിലും ഒരു നിലപാടെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. BJP-യെയും ഞാൻ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നില്ല. BJP-ക്ക് ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി വിരുദ്ധമായാൽ ഒരുപക്ഷെ ഭൂരിപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ഇപ്പുറത്തുണ്ടായെന്ന് വരാം. അതാണോ മനസ്സിലിരുന്നത്? ഗാഡ്ഗിലിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം എടുക്കുന്നതിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ള യാതൊരു പരിഗണനയും ഉണ്ടായിരുന്നില്ല. ഗാഡ്ഗിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പാർട്ടിയുടെ തന്നെ നിലപാട്, പാർട്ടി കേരളത്തിലും പൊതുവായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് തന്നെ നിലപാട്. BJP സർക്കാർ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കും എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാമോ? അങ്ങനെ ഞാൻ സർക്കാരിനെ കുറിച്ച് എനിക്കൊന്നും എന്താണ് പാർട്ടിയുടെ നിലപാട്? അല്ല, അതിനെക്കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായിട്ട് ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യും. ഇതേ നിലപാട് തന്നെയാണോ ആറന്മുള വിമാനത്താവളത്തിന്റെ കാര്യത്തിലും? സർക്കാരിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്നാണോ? അതോ കേന്ദ്ര സർക്കാർ ഇനിയെങ്കിലും ആറന്മുള വിമാനത്താവളത്തിനെതിരെ നിലപാടെടുക്കണം എന്ന് BJP? അല്ല, ആറന്മുളയുടെ കാര്യത്തിൽ വ്യത്യസ്തമാണ്, സാഹചര്യം വ്യത്യസ്തമാണല്ലോ. ആറന്മുളയുടെ ഉണ്ടായിട്ടുള്ളത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാസ്തവത്തിൽ നടന്നിട്ടില്ലാത്ത ഒരു പരിസ്ഥിതി ആഘാത പഠനം, തമിഴ്നാട്ടിൽ ഏതൊരു പ്രദേശത്തെക്കുറിച്ച് നടത്തിയ പഠനത്തിൻ്റെ റിപ്പോർട്ട് കട്ട് ആൻഡ് പേസ്റ്റ് നടത്തിയിട്ട് ആറന്മുളയുടെ സ്ഥലങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു. അത് വെറും കച്ചവടമാണ്. ആ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ കർശനമായിട്ടുള്ള നിലപാടാണ്. ഒരു കാരണവശാൽ ഇനിയിപ്പോൾ അതിൽ വലിയ പ്രസക്തി വരുന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള അനുമതികളൊന്നും കിട്ടിയിട്ടില്ല. അതിനു മുൻപ് ചെയ്തിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും സിവിൽ ഏവിയേഷൻ വകുപ്പിൻ്റെയും ഒക്കെ അനുമതിയാണ് അവർക്ക് കിട്ടേണ്ടത്. അതിനി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്കോളജിക്കൽ ഇമ്പാക്ട് സ്റ്റഡി തന്നെ അസാധുവായി കഴിഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ സജീവമായി നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികളെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിലെ മുസ്ലിം അനാഥാലയങ്ങളിൽ കൊണ്ടുവരുന്ന വിഷയമാണ്. ഇതൊരു മനുഷ്യക്കടത്താണോ അല്ലയോ എന്നുള്ള തർക്കം നിലനിൽക്കുന്നു. പാർട്ടി നിലപാട് അല്ല, ഇതിൽ ഈ മനുഷ്യക്കടത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ അർത്ഥം ഈ ഇൻ്റർനാഷണലി അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം, മനുഷ്യക്കടത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പഠിക്കാൻ വേണ്ടി മാത്രം വന്നു പോകുന്ന ആൾക്കാരെ മനുഷ്യക്കടത്തായിട്ട് പറയില്ല. പക്ഷേ ഇവിടെ അത് മാത്രമേ ഉള്ളതെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചാണ് തർക്കം. അതായത് അവിടെ നിന്ന് വന്നിട്ടുള്ള ആളുകൾ പഠിക്കാനാണെങ്കിൽ ജാർഖണ്ഡ് പോയിട്ട് അതിനെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ കേരള വനിതാ കമ്മീഷൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഏതാണ്ട് 2008 വരെ ഈ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശത്തെ 9700-ലധികം പെൺകുട്ടികൾ ഈ മൈസൂർ വിവാഹം എന്നുള്ള പേരിൽ ഈ അറബികളും ബാക്കിയുള്ള ആൾക്കാരും മൈസൂരിൽ താമസിക്കുന്നത് അവർ കല്യാണം നടത്തി മൈസൂരിലും പ്രദേശത്തും പോയിട്ട് വിവാഹം നടന്നു, കുഞ്ഞുങ്ങളുണ്ടായി, ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ഏതാണ്ട് 10,000-ഓളം സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്കുടെ കുട്ടികൾ അനാഥരാണ്. എത്രയോ കുട്ടികൾ എൻ്റെ അറിവിൽ
പല മാധ്യമപ്രവർത്തകരും അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. ആ മാധ്യമപ്രവർത്തകർ ആ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കുട്ടികൾ പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആൾക്കാരെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു. ഇത് ചോദിക്കാൻ ആളുണ്ടാവില്ല എന്നുറപ്പുള്ള പ്രദേശത്ത് നിന്ന് ആളുകളെ കൊണ്ടുവരുന്നു. ആ ആളുകളെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു? നിർബന്ധിത ബാലവേല. തെറ്റാണ്. അത് മനുഷ്യക്കടത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. ഈ അനാഥാലയത്തിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾ ആരും അങ്ങനെ ഒരു പരാതി പറയുന്നില്ല. ഈ കുട്ടികളെ BJP പോലെയുള്ള പാർട്ടികൾ പല നേതാക്കളും ആരോപിക്കുന്നത് പോലെ തീവ്രവാദം, അങ്ങനെ ഒരു കേസും കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടെ പഠിച്ചിറങ്ങിയ കുട്ടികൾ എവിടെയുണ്ട് എന്നുള്ളതിന്റെ ഗവൺമെന്റ് കയ്യിൽ കണക്കുണ്ടോ? കണക്കില്ലല്ലോ. അങ്ങനെ കണക്കില്ലാത്തതുകൊണ്ട് ഇവരെല്ലാം അങ്ങോട്ട് പോയി എന്നല്ല ഞാൻ പറഞ്ഞത്. മറുവശം പറയാൻ തെളിവെന്താ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പോൾ ചില സ്കൂളുകൾ നടത്താൻ വേണ്ടിയിട്ട് അംഗീകാരം നഷ്ടപ്പെട്ടു പോകുന്ന സ്കൂളുകൾ നടത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു എന്നിരിക്കട്ടെ, അത് ഇത് തന്നെയല്ലേ? കാരണം ഒരാളെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ, അവരുടെ പുരോഗതിക്ക് വേണ്ടിയല്ലാതെ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് ആളുകളെ ഉപയോഗിക്കുന്നതാണ് മനുഷ്യക്കടത്ത്. ഈ ജാർഖണ്ഡിൽ വളരെ ദരിദ്രമായ അവസ്ഥയിലുള്ള കുട്ടികളാണ് ഇങ്ങോട്ട് വരുന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയുള്ള കുട്ടികൾ ഇവിടെ വരുന്നു, പഠിക്കുന്നു. കൊണ്ടുവരുന്നവർക്ക് അവരുടെ സ്കൂളിൻ്റെ അംഗീകാരം നഷ്ടപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട്. അതും നമ്മൾക്ക് അതും തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതും നമ്മൾ അംഗീകരിക്കാം. പക്ഷെ അതും മനുഷ്യക്കടത്ത്, തീവ്രവാദ ബന്ധം, വേശ്യാവൃത്തി, അത്തരം ആരോപണങ്ങളും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. ഞാൻ പറയട്ടെ, ഈ കുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചതിന്റെ നിരവധി സംഭവങ്ങളുണ്ട്. എത്ര സംഭവങ്ങളുണ്ട്? ഒരു 10-16 സംഭവങ്ങളെ കുറിച്ച് അനൗദ്യോഗികമായിട്ട് എനിക്കറിയാം. ഞാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് മുഖവിലേക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവം ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ പഠിച്ച കുട്ടികളുമായി മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഈ അനാഥാലയങ്ങളിൽ ഒരു സർവേ നടത്താൻ ഒരു ശ്രമം തുടങ്ങിയിരുന്നു. ഇപ്പോഴല്ല, നേരത്തെ. ആ ശ്രമം തുടങ്ങിയപ്പോൾ അതിനെതിരായിട്ട് റെസിസ്റ്റൻസ് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു. ഈ അനാഥാലയങ്ങൾ നടത്തുന്ന ചില ആൾക്കാരുടെ ഭാഗത്ത് നിന്ന്. അനാഥാലയങ്ങളുടെ മറവിൽ ബാലവേല ഉണ്ടോ? അനാഥാലയങ്ങളുടെ മറവിൽ ലൈംഗികമായിട്ടുള്ള തരത്തിൽ ചൂഷണം, അനാഥാലയങ്ങളുടെ മറവിൽ അവയവങ്ങളുടെ കച്ചവടം, അനാഥാലയങ്ങളുടെ പേരിൽ തീവ്രവാദം, ഇതാണ് ആരോപണങ്ങൾ. ഇത് ഗവൺമെന്റ് പരിശോധിക്കണം. ഗവൺമെന്റ് പരിശോധിക്കാൻ പോലും തയ്യാറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എന്തോ ഒളിപ്പിച്ചു വെക്കാനുണ്ടെന്നുള്ളതാണ്. എപ്പോഴെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കട്ടെ എന്നാണ് അനാഥാലയങ്ങളുടെ നേതൃത്വം. ഞങ്ങൾ അതാണ് പറഞ്ഞത്, സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. കേരളം പുറത്തുള്ള ആൾക്കാർക്കടക്കം ഒളിച്ചു പറക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. ഹൈദർ അലിയെ പിടികൂടുന്നത് ഇവിടെ, ഷബീർ അലിയെ പിടികൂടുന്നത് ഇവിടെ, മറ്റേ ആന്ധ്രയിലെ നക്സലൈറ്റുകാർ വന്നിട്ട് ഒളിച്ചു താമസിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ. ഇങ്ങനെ ഒളിച്ചു പറക്കാൻ പറ്റിയൊരു സ്ഥലത്ത് ഇതുപോലെയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കുട്ടികൾ തന്നെ, ഈ കുട്ടികൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള കുട്ടികളാണ്? അവരുടെ അസുഖകരമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾ ഈ അനാഥാലയത്തിൽ പഠിക്കുമ്പോൾ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് പോലും അറിയാതെ ഈ അനാഥാലയത്തിൽ താമസിച്ച് പഠിക്കുന്നതിന് ശേഷം ഇവർ ഭീകരവാദത്തിലേക്കോ മറ്റ് ക്രിമിനൽ സ്വഭാവങ്ങളിലേക്കോ നീങ്ങിന്നിരിക്കട്ടെ, അത് അനാഥാലയത്തിന്റെ കുഴപ്പമില്ല. പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത ആൾക്കാരെ കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമാണ്. പക്ഷെ അങ്ങനെയുള്ള കുട്ടികൾ എവിടെ പഠിച്ചാലും അങ്ങനെ പ്രശ്നമില്ലല്ലോ. അങ്ങനത്തെ കുട്ടികളെ ഞാൻ ചോദിക്കട്ടെ, അങ്ങനത്തെ കുട്ടികളെ മറ്റ് സംസ്ഥാനത്ത് എന്തിനാണ് കൊണ്ടുവരുന്നത്? കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നാൽ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്തതും BJP അവിടെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നതും ആദ്യത്തെ സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അന്ന് ശ്രീ O. രാജഗോപാലിൻ്റെ ഒരു മന്ത്രിസ്ഥാനം കിട്ടി. അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ കേരളത്തിന് ഉണ്ടാവുകയും ചെയ്തു. ഇത്തവണ അങ്ങനെ ഒരു കാര്യം BJP ആവർത്തിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? നരേന്ദ്രമോദി കുറെ കൂടി അൺകൺവെൻഷനലായിട്ട് പ്രശ്നങ്ങളെ സമീപിക്കുന്ന ഒരാളാണ്. സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു വിലയിരുത്തലാണ്, ഞാൻ അദ്ദേഹത്തുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എൻ്റെ ഒരു വിലയിരുത്തൽ, ഒരു മന്ത്രിയെ കൊടുത്തത് കൊണ്ട് ഒരു പ്രദേശത്ത് പാർട്ടി വളരും എന്ന് വിചാരിക്കുന്നതിന് പകരം നാട് വളരും. ഒരുപക്ഷെ അല്ല, നാട് വളരും. അത് തന്നെ. മന്ത്രിയെ കൊടുക്കാതെ തന്നെ, മന്ത്രി ആവശ്യമില്ലാതെ തന്നെ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കേരളത്തിൽ നിന്നൊരു മന്ത്രി ശ്രീ V. മുരളീധരൻ മന്ത്രിയായേക്കും, അങ്ങനെയും കേൾക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വെറുതെ ചർച്ച, അത്രേ ഉള്ളൂ. അതിൽ ഒരു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊരു നാളെ വേണമെങ്കിൽ എനിക്ക് പറയാം ജിമ്മി മന്ത്രിയായേക്കും, അതുപോലെയാണിത്.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് എൻ്റെ പേര് പറയാവുന്നത് പോലെ എനിക്ക് താങ്കളുടെ പേരും പറയാം. കാരണം ഈ പേര് പറയുന്നതിന് ഞാൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണല്ലോ. BJPയുടെ കേന്ദ്ര നേതൃത്വം ഇതുവരെ അങ്ങനെ ഒരു തരത്തിലുള്ള സൂചനയും തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇന്നയാൾ മന്ത്രിയാവണം എന്നുള്ളതല്ല, ആരെങ്കിലും കേരളത്തിൽ നിന്ന് മന്ത്രിസഭയിൽ ഒരു സ്ഥാനമുണ്ടാകണം, അതിലൂടെയാണ് കേരളം മുന്നോട്ട് പോകാൻ BJPക്ക് അനുകൂലമാകുക എന്ന് പോലും ചർച്ച ചെയ്തിട്ടില്ല. വളരെ നന്ദി ശ്രീ വി. മുരളീധരൻ പോയിന്റ് ബ്ലാങ്കിൽ പങ്കെടുത്തതിന്. വളരെ